ഹലോ ഫ്രണ്ട്സ്, ഇന്ന് വന്നിരിക്കുന്ന അതിഗംഭീരമായൊരു അപ്ഡേറ്റിൽ നമ്മുടെ സ്വന്തം ഫഹദ് ഫാസിലിൻ്റെ ആവേശം 2 വരുന്നു. ജിത്തു മാധവൻ സംവിധാനം ചെയ്ത് 2024 ഇറങ്ങി. സുശീൻ ശ്യാമിൻ്റെ അതിഗംഭീരമായ മ്യൂസിക്കും അതുപോലെ തന്നെ ഇതിൽ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ഫഹദ് ഫാസിൽ, നസ്രിയൊക്കെ തന്നെയാണ് ഇതിൻ്റെ പ്രൊഡ്യൂസേഴ്സ് പറയുന്നത്. എന്തായാലും അതിഗംഭീരമായൊരു മൂവിയായിരുന്നു. കാരണം ഇന്ത്യ ഒട്ടാകെ ആവേശം എന്ന മൂവിയെക്കുറിച്ച് ഒരു വാക്ക് പോലും പറയാത്ത ഒരു ആക്ടേഴ്സ് പോലും ഉണ്ടാവില്ല. കാരണം അത്രമാത്രം ആവേശകരമായിട്ടുള്ളൊരു റിപ്പോർട്ടായിരുന്നു ആവേശം എന്ന മൂവിൻ്റെ ഫഹദ് ഫാസിലിൻ്റെ ആ പ്രകടനത്തെ കുറിച്ചിട്ട്. കാരണം അത്രമാത്രം സൈക്കോപാത്തായിട്ടുള്ള അല്ലെങ്കിൽ ഒരു പ്രത്യേകതരം ഒരു വൈബ്രൻ്റ് ആയിട്ടുള്ളൊരു ADHD ഉള്ള ഒരു വ്യക്തി എങ്ങനെയായിരിക്കും എപ്പോഴും അതുപോലൊരു ഒരു വ്യക്തിയുടെ എങ്ങനെയൊക്കെയാണോ ഇങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ടോ രംഗണ്ണൻ, ആ ഒരു ലെവലിലേക്ക് നമ്മളെ കൊണ്ട് ചിന്തിപ്പിച്ച ഒരു വ്യക്തിയാണ് ഫഹദ് ഫാസിൽ. കാരണം ആവേശം പറയുന്നത് പറഞ്ഞാൽ കിടുക്കാച്ചി മൂവി, അന്ന് ഇറങ്ങിയാൽ ഏറ്റവും വൺ ഓഫ് ദ ബെസ്റ്റ് മൂവിയായി മാറി. പിന്നെ അതിനുശേഷം തെലുങ്കിലൊക്കെ മറ്റു ആക്ടേഴ്സൊക്കെ ഇതിനെ ഇത് റീമേക്ക് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു വന്നത് നമ്മുടെ സ്വന്തം ബാലയെ അറിയാമല്ലോ. ഇടിയും പുകയുള്ള വ്യക്തിയാണ്. ഒരു ഇടി ഇടിച്ചാൽ ചിലപ്പോൾ ലോകം തന്നെ കീഴടങ്ങുന്ന രീതിയിലുള്ള ഒരു കോറിയോഗ്രാഫൊക്കെ അദ്ദേഹത്തിൻ്റെ ആക്ഷന് വേണ്ടി ക്രിയേറ്റ് ചെയ്യും. അതാണ് ബാലയ എന്ന് പറയുന്നത്. ഓക്കെ, എന്തായാലും പക്ഷേ ഇത് ആവേശം 1 എന്ന് പറയുന്നത് തന്നെ ഒരുമാതിരിപ്പെട്ട ഒരു ഇടുക്കാച്ചി മൂവി എന്ന് പറയാൻ പറ്റില്ല. അത്രമാത്രം പ്രേക്ഷകർ പിന്തുണ കിട്ടിയതും അതുപോലെ തന്നെ തിയേറ്ററിലാണെങ്കിലും അത്ര ഗംഭീരമായ റിപ്പോർട്ടുകൾ വരും. എല്ലാ ഷോകളും ഹൗസ്ഫുള്ളായിട്ട് ഓടുകയും അത്രമാത്രം കിടു മൂവിയായിരുന്നു. ചിലപ്പോൾ ഒരുപക്ഷെ രംഗൻ്റെ പരിവേഷം തന്നെ ഒരു കിടുക്കച്ചിന് ഇടാ മോനെ എന്ന് പറഞ്ഞ ഡയലോഗ്, പിന്നെ അതിനുശേഷം ഈ കേരളക്കാരെ ആകെ അലയടിച്ചൊരു വാക്കായി മാറി. പിന്നെ ഒരു ട്രെൻഡിങ് ആയി മാറി. ഈവൻ നമ്മുടെ മുഖ്യമന്ത്രി പോലും ഇടാ മോൻ എന്നൊക്കെ പറഞ്ഞൊരു വർത്തമാനമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഭയങ്കര രസമായിരുന്നു. കാരണം അത്രമാത്രം ഒരു പോപ്പുലാരിറ്റി കിട്ടിയൊരു സിനിമയും കൂടിയാണ്. കാരണം ഇതിൽ നായികയ്ക്ക് വലിയ പ്രാധാന്യം ഇല്ലാത്തതുകൊണ്ടും പിന്നെ നായകൻ്റെ ഒരു പരിവേഷം മാത്രമാണ് സിനിമയിൽ. പിന്നെ നായകൻ അതുപോലെ തന്നെ അമ്പാനെ നോക്കി ഇങ്ങനെ ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞ ആ ഒരു ഡയലോഗ്, അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു ബാംഗ്ലൂർ ബേസ്ഡ് കഥയാണ്. കാരണം രോമാഞ്ചത്തിന് ശേഷം വീണ്ടും വന്നൊരു സിനിമയായിരുന്നു ഒരു ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ട്. പക്ഷേ അത് സിനിമ എന്ന് പറയുന്നത് രോമാഞ്ചം എങ്ങനെയാണോ നമ്മളെയൊക്കെ കിടക്കാച്ചാക്കിയത് അതേ ഒരു സിനിമ അതിനേക്കാൾ 2 ഇരട്ടി 2 മടങ്ങിലേക്ക് ഈ സിനിമ വിജയിച്ചു എന്നാണ്. കാരണം ഇന്ത്യ ഒട്ടാകെ ഈ സിനിമയെക്കുറിച്ച് പറയാത്തൊരാരുമില്ല. കാരണം കുറേ മുമ്പ് വരെ കുമ്പളങ്ങി നൈറ്റ്സ് ആയിരുന്നു എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത്. അതിനുശേഷം ആവേശം എന്താണ് പെർഫോമൻസ് ബൈ ഫഹദ് ഫാസിൽ അങ്ങനെ പറഞ്ഞു. പിന്നെ അതിനുശേഷം ഫഹദ് ഫാസിൽ എന്ന വ്യക്തിയുടെ ഗ്രാഫ് കുത്തനെ ഒറ്റ ഉയർച്ചയാണ്. കാരണം അതിന് മുമ്പ് വിക്രം എന്ന മൂവിയിൽ വന്നപ്പോഴും ഏറ്റവും കൂടുതൽ പ്രശംസ കിട്ടിയ വ്യക്തി എന്ന് പറയുന്നത് ഫഹദ് ഫാസിലാണ്. കാരണം ഫഹദ് ഫാസിലിൻ്റെ ഐ കോണ്ടാക്റ്റ് പോലും വളരെ ഒരു ക്രൂഷ്യലാണ്, ഭയങ്കര ഒരു പവർഫുൾ ഒരു ഐ ആണെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് അദ്ദേഹത്തിന് പ്രശംസിക്കുന്നുണ്ടായി. പക്ഷേ അതൊക്കെ തന്നെയായിരിക്കും ഈ സിനിമയെക്കുറിച്ചും വന്നിട്ടുണ്ടാവും. കാരണം അതുകൊണ്ട് തന്നെ ഫഹദ് ഫാസിലിൻ്റെ ഒട്ടുമിക്ക മൂവികളും ഈ OTT ഉണ്ടല്ലോ. കാരണം ഈ കോവിഡിന് സമയത്ത് തന്നെ ശരിക്കും പറഞ്ഞാൽ ഫഹദ് എന്ന വ്യക്തിയുടെ പല മൂവികളും വരാനും ആ മൂവിയിൽ ഓരോ പെർഫോമൻസും കുറച്ച് ചർച്ച ചെയ്യപ്പെടുകയും ചെയ്ത്. കാര്യം ജോജി എന്ന മൂവിയിലൊക്കെ. അപ്പോൾ അതിനുശേഷം അദ്ദേഹത്തിന് കിട്ടിയൊരു ഗ്രാഫ് എന്ന് പറഞ്ഞാൽ വലിയ ഗ്രാഫാണ്. അപ്പോൾ അത് തന്നെയായിരിക്കും ചിലപ്പോൾ ആവേശം എന്ന മൂവിക്കും അദ്ദേഹത്തിന് കിട്ടിയ ആ വരവേൽപ്പ് എന്ന് പറയുന്നത് അങ്ങനെ തന്നെ. കാരണം അതിൽ ഒരു സ്ഥലത്ത് പോലും നമുക്ക് പറയാൻ പറ്റില്ല ഈ പെർഫോമൻസ് മോശമായി എന്ന് പറയാൻ പറ്റുന്ന രീതിയിലൊന്നുമില്ല. കാരണം അത്രമാത്രം ജിത്തു മാധവൻ എന്ന ഡയറക്ടർ ബ്രില്യൻസിൻ്റെ ഒരു പ്രത്യേക ഔട്ട്പുട്ട് തന്നെയാണ് ഈ ആവേശം മൂവി എന്ന് പറയുന്നത്. അത്ര മനോഹരമായിട്ടാണ് ഈ സിനിമ ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ 2ാം ഭാഗം വരുമെന്ന് പറയുമ്പോൾ അപ്പോൾ എന്തായിരിക്കും ആവേശം? നമുക്ക് ശരിക്കും പറഞ്ഞാൽ ആവേശം കൊണ്ട് പുളകിതരായെന്ന് പറയില്ല, ആ ഒരു ലെവലിലേക്കാണ് ശരിക്കും പറയുന്നത്. ഇതിപ്പോൾ കൺഫേം ചെയ്യിക്കുന്ന സ്വന്തം നമ്മുടെ ഫഹദ് ഫാസിൽ തന്നെയാണ് ഇത് കൺഫേം ചെയ്യിക്കുന്നത്. എന്തായാലും ആവേശം 2 എങ്ങനെയായിരിക്കും ക്രൂ വരുന്നത്? ചിലപ്പോൾ മറ്റേ ബോയ്സ് തന്നെയാണോ ഇനി വേറെ തലത്തിലേക്ക് ഈ സിനിമ നമ്മൾ കൊണ്ടുപോകുമോ? കാരണം ജിത്തു മാധവൻ എന്ന് പറഞ്ഞ ഡയറക്ടർ പറഞ്ഞ ഒരു ബ്രില്യൻ്റ് ഒരു ഡയറക്ടറാണ്. അദ്ദേഹത്തിൻ്റെ സിനിമകൾ അങ്ങനെ എല്ലാം ഒരു പ്രത്യേകതരം ഒരു വൈബിലുള്ള ഒരു സിനിമയായിരിക്കും. കാരണം അത് നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്കത് നമ്മുടെ ഉള്ളിലേക്കും കൂടി അത് ആ കഥാപാത്രങ്ങൾ ആവാഹിച്ച് ഉള്ളിക്കാനുള്ളൊരു പ്രത്യേക കഴിവ് ആ ഒരു ക്രിയേഷൻസിലുണ്ടായിരിക്കും. അതാണ് ഈ ജിത്തു മാധവൻ്റെ ഒരു സ്റ്റോറി ടെല്ലിംഗ് എന്ന് പറയുന്നത്. ഭയങ്കര രസമാണ്. അതിലേക്ക് നമ്മുടെ ഒരു വൈബ്രൻറ്റ് പെർഫോമറായിട്ടുള്ള നമ്മുടെ സ്വന്തം ഫഹദും കൂടി വരുമ്പോൾ എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം അത് തന്നെയായിരിക്കും ചിലപ്പോൾ ആവേശം 2 ഒരു ചെറിയൊരു പോസ്റ്റർ ഒന്ന് ഇറക്കി കിട്ടിയാൽ മതി. കാരണം ഇവർ കൺഫേം ചെയ്തിട്ടുള്ളൂ. പക്ഷേ അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷനോ ഒന്നും തന്നെ ഇതുവരെ റിപ്പോർട്ട് വന്നിട്ടില്ല. പക്ഷേ അങ്ങനെയുള്ള ഒരു ചെറിയൊരു സ്പാർക്ക് കിട്ടി കഴിഞ്ഞാൽ ചിലപ്പോൾ സിനിമ ലോകം ഒന്നടങ്കം ആഘോഷിക്കും. കാരണം അത്രമാത്രം ഈ ഒരു രംഗണ്ണം പറഞ്ഞ വ്യക്തിക്ക് അത്രമാത്രം ഒരു പ്രേക്ഷക പിന്തുണയുണ്ട്. ആ പിന്തുണ തന്നെയാണ് ചിലപ്പോൾ ഒരുപക്ഷെ ഈ ഫഹദിൻ്റെ ഈ ആവേശം സിനിമയിലെ ഒരു കരുത്തെന്ന് പറയുന്നത്. കാരണം ഒരു സ്ഥലത്തിൽ പോലും നമ്മളെ മോശമെന്ന രീതിയിലേക്ക് ഈ സിനിമ കൊണ്ടുപോകാതെ ഭയങ്കര ഫുൾ എൻ്റർടൈൻമെൻറ്റിലേക്ക് കൊണ്ടുപോയി. ചില സമയത്തൊരു അമ്മ എന്ന് പറയുമ്പോൾ ഒരു ഇമോഷണലൊക്കെ ഒരു കണക്ട് ചെയ്യുന്നുണ്ട്. കാരണം അതിൽ ഏറ്റവും പ്രൈം ഇമ്പോർട്ടൻ്റ് തന്നെ ഒരു അമ്മേൻ്റെ ഒരു ഇതാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ഒരു
വൈബ്രൻ്റ് ആയിട്ടുള്ളൊരു സംഭവം തന്നെയാണ്. അതിൽ അമ്മ വരുമ്പോൾ ഇമോഷണൽ ആവുന്ന ഒരു രംഗണ്ണനെ ഇതിൽ സിനിമയിൽ കാണുന്നുണ്ട്. അതൊരു വ്യക്തി, ഒരു ഡയറക്ടറിൻ്റെ ബ്രില്യൻസ് തന്നെയാണ്. കാരണം അതിനുശേഷം അദ്ദേഹത്തിൻ്റെ പാസ്റ്റ് പറയുമ്പോഴും അദ്ദേഹത്തിൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്. അതൊക്കെ തന്നെ ഭയങ്കരമായിട്ടുണ്ട്. പിന്നെ അതിനുശേഷം അവസാനത്തിലേക്ക് വരുമ്പോഴും എല്ലാം തന്നെ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഭയങ്കര വലുതായിട്ട് തന്നെ ഈ സിനിമ, അമ്മ മോനും ബന്ധുവൊക്കെ പറയുന്നത് വളരെ വലുതായിട്ട് തന്നെ ഈ സിനിമയിൽ പറയാതെ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു തുടർച്ചയായിരിക്കാം ചിലപ്പോൾ രംഗണ്ണൻ്റെ 2 വരുമ്പോൾ എങ്ങനെയായിരിക്കും ആവേശം 2 എന്ന് ഒട്ടും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. എങ്ങനെയായിരിക്കും രംഗണ്ണൻ്റെ ഒരു കരവിരുന്നുകളും അല്ലെങ്കിൽ രംഗണ്ണൻ്റെ പുതിയ ഒരു തട്ടകവും, ഇല്ലെങ്കിൽ രംഗണ്ണൻ എങ്ങനെയൊക്കെ ആ പുതിയ തട്ടകത്തിലേക്കുമായി ബന്ധപ്പെട്ട് അദ്ദേഹം എന്താ പറയുക അതിലേക്ക് മാറുന്നത്. കാരണം ഇപ്പോൾ വൈറ്റ് ഡ്രസ്സിലായിരുന്നു രംഗണ്ണൻ ഫസ്റ്റ് മൊത്തം, പിന്നെ അവസാനമാണ് രംഗണ്ണൻ ബ്ലാക്കിലേക്ക് മാറുന്നത്. കാരണം മൻസൂർ അലിഖാൻ്റെ ഇന്ന് കോപ്പി അടിച്ചാണല്ലോ ആ ഒരു അദ്ദേഹത്തിന് ഇൻസ്പിറേഷൻ, അദ്ദേഹത്തിൻ്റെ ഗുരുവായിരുന്നല്ലോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഗുരുവിൻ്റെ അതേ വൈറ്റ് ഡ്രസ്സ് ഇട്ടപ്പോൾ അദ്ദേഹത്തിന് വലിയൊരു നഷ്ടമായി തോന്നി. അതിനുശേഷം രംഗണ്ണൻ 2 വരുമ്പോൾ എന്തായാലും ബ്ലാക്ക് ഡ്രസ്സിലായിരിക്കും മാക്സിമം രംഗണ്ണൻ കയറുന്ന കസറാൻ പോകുന്നത്. കാരണം അവസാനം നിർത്തുന്ന സമയത്ത് അദ്ദേഹം ബ്ലാക്ക് ഡ്രസ്സിലാണ് ഈ പടം നിർത്തി വയ്ക്കുന്നത്. അപ്പോൾ എന്തായാലും അങ്ങനെ ഒരു ചേഞ്ച് ഓവർ വരുമ്പോൾ അതൊരു കൗതുകമായി മാറും. കാരണം അതും രംഗണ്ണൻ്റെ ഒരു വല്ലാത്തൊരു രസമായിരിക്കും. കാരണം വൈറ്റിൽ കണ്ട നമ്മൾ രംഗണ്ണൻ നമുക്കിനി ബ്ലാക്കിൽ കാണാം. അപ്പോൾ ബ്ലാക്ക് ആകുമ്പോൾ ഡെവിളാവുമോ ഇല്ലെന്ന് നോക്കി. കാരണം വൈറ്റ് വരുമ്പോൾ കുറച്ച് സമാധാന പ്രിയനായിരുന്നു. ചിലപ്പോൾ ബ്ലാക്ക് എന്ന് ചിലപ്പോൾ ഉദ്ദേശിക്കുന്നത് ചിലപ്പോൾ ഡെവിളായിട്ടുള്ളൊരു വേർഷൻ ഓഫ് നമ്മുടെ രംഗണ്ണൻ്റെ വ്യൂ ആയിരിക്കും കാണാൻ പറ്റുക. കാരണം ഒരുപാട് അദ്ദേഹത്തിൻ്റെ എങ്ങനെയാണ് ഈ പോപ്പുലാരിറ്റിയിലേക്ക് എത്തിയെന്ന് കാണിക്കാനുള്ളൊരു പരിപാടിയായിരിക്കും ചിലപ്പോൾ രംഗണ്ണൻ 2 വരുന്നത്. എന്തായാലും ആവേശം 2 വരുമ്പോൾ ചിലപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കുറച്ചുകൂടി പാസ്റ്റും അതിൻ്റെ പാസ്റ്റിൽ തന്നെ എങ്ങനെ ഈ ഇദ്ദേഹത്തിൻ്റെ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായി എന്നൊക്കെ ഒരു ചെറിയ പാർട്ട് കാണിച്ചിരുന്നു. പക്ഷേ അതും അതിനെ കുറച്ചുകൂടി ഇൻവോൾവ് ചെയ്യും. ചിലപ്പോൾ പുതിയ തലങ്ങളിലേക്ക് പുതിയ സംരംഭം, പുതിയ ബിൽഡിങ്സ്, പുതിയ ബിസിനസ്, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ അദ്ദേഹത്തിന് കുറച്ചുകൂടി കൈയടക്കാനുള്ളൊരു കൈയടക്കി അദ്ദേഹം എങ്ങനെയാണ് അതിൽ ആറാടിക്കൊണ്ടിരിക്കുന്നതൊക്കെ ചിലപ്പോൾ കാണിക്കാനായിരിക്കും ചിലപ്പോൾ ആവേശം 2 എന്ന സിനിമ വരുന്നത്. ചിലപ്പോൾ എന്തായാലും എങ്ങനെയായാലും ആവേശം 2 എന്താണ് വരുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ആഘോഷിക്കുന്നൊക്കെ പോകുന്നത് രംഗണ്ണൻ്റെ പെർഫോമൻസ് തന്നെയായിരിക്കും. അതിൽ യാതൊരുവിധ സംശയം പ്രേക്ഷക എന്ന നിലയിൽ എനിക്കില്ല. അപ്പോൾ നിങ്ങൾക്കും ഉണ്ടാവില്ല. കാരണം രംഗണ്ണൻ പറഞ്ഞ അഴിഞ്ഞാട്ടത്തിൻ്റെ രാജാവാണ്. കാരണം നമ്മൾ ഒരു കമ്പാരിസൺ പറയുകയാണെങ്കിൽ നമ്മുടെ ഈ രാജമാണിക്യത്തിന് ശേഷം ചിലപ്പോൾ ഒരുപക്ഷെ ഇങ്ങനെ ഒരു അഴിഞ്ഞാട്ടം നടത്തിയ സിനിമ വേറെ ഇല്ല. കാരണം രംഗണ്ണൻ തന്നെയാണ്. കാരണം ഇത്രയും കോമിക്കായിട്ടും ഒരു വൈബ്രൻ്റായിട്ട് നടന്നൊരു സിനിമ എന്ന് പറഞ്ഞാൽ രാജമാണിക്യമായിരുന്നു. ആവേശം പറയുന്നത് ഫഹദ് ഫാസിലിൻ്റെ രാജമാണിക്യമാണ്. കാരണം അത് തന്നെയാണ് എനിക്ക് ശരിക്കും പറയുന്നത്. കാരണം അതിലെങ്ങനെയാണോ മമ്മൂട്ടി എന്ന ക്യാരക്ടർ ആ പടത്തിനെ അഴിഞ്ഞാടിയത് അതിൻ്റെ വേറെ കൈൻഡ് ഓഫ് വേർഷൻ ആയിരുന്നു നമ്മുടെ സ്വന്തം ആവേശത്തിലും അവൻ്റെ ഫഹദ് ഫാസിൽ കാണിച്ച്. എന്തായാലും ഗൈസ് നമ്മുടെ ഈ ആവേശം 2 വരട്ടെ ഒരു ചെറിയൊരു സ്പാർക്ക് വരട്ടെ. കാരണം കൺഫർമേഷൻ വന്നിട്ടുള്ള ഫഹദ് ഫാസാണ് കൺഫേം ചെയ്തിരിക്കുന്നത്. എന്തായാലും ഈ സിനിമ വരുമ്പോൾ നമുക്ക് രംഗണ്ണൻ്റെ വേറൊരു വേർഷൻ ഓഫ് രംഗണ്ണൻ നമുക്ക് കാണാൻ പറ്റും. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് എന്ത് അപ്ഡേറ്റ് വന്നാലും ഗൈസ് നിങ്ങൾ ഞാൻ ആദ്യം അറിയിക്കുന്നതായിരിക്കും. ഓക്കെ ഗൈസ്, എന്തായാലും എല്ലാവരും ശ്രദ്ധിക്കുക. എല്ലാം ടേക്ക് കെയർ. ഓക്കെ, അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ, സി യു, ടേക്ക് കെയർ, സി യു, ബൈ.